ഹായ്, എല്ലാവർക്കും ബിജു നിലമ്പൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കാണ്. ഹംസ ടൂർസ് ആൻഡ് ട്രാവൽസ് ഇറക്കിയിട്ടുള്ള പുതിയ സ്ലീപ്പർ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മളിതുവരെ പരിചയപ്പെടുത്താത്ത ഒരു ബിൽഡറുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കരൂരിലുള്ള REC കോച്ച് പണി കഴിച്ച് ഇറക്കിയിട്ടുള്ള പുതിയ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. ഈ വണ്ടികളാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരമാണ് ഹംസ പുതിയ വണ്ടികൾ ഇറക്കിയിട്ടുള്ളത്. ഇതും REC ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഈ രണ്ട് വണ്ടികളും REC കോച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ എല്ലാ ഓൾമോസ്റ്റ് വണ്ടികളും കരൂർ REC കോച്ച് ബിൽഡ് ചെയ്ത വണ്ടികളാണ്. ഈ വണ്ടികളാണ് ഇപ്പോൾ ഹംസ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹംസ എന്നുള്ള പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ലോഗോ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്കിലേക്ക് വരുമ്പോൾ REC കോച്ച് നല്ല വ്യത്യസ്തമായുള്ള ലുക്കിലാണ് ഈ ഒരു ബസ്സിൻ്റെ കൗള് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എന്താ ലൈറ്റിന് മുകളിൽ DRLൊക്കെ വേറെ അടിപൊളി രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നേ പ്രകാശിൻ്റെ ഒരു ലുക്കിലാണ് ഇവർ വണ്ടി ഇറക്കിയിരുന്നെങ്കിലും ഇപ്പം ഒരു സെപ്പറേറ്റ് ലുക്കിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ബോണറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഓപ്പറേഷൻ വരുന്നത്, അല്ലേ? നമ്മൾ കാറിൻ്റെ ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ നമുക്ക് ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ REC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം റോയൽ എൻജിനീയറിംഗ് കമ്പനി എന്നുള്ളതാണ്. വണ്ടി രജിസ്ട്രേഷൻ ഗോവ രജിസ്ട്രേഷനാണ്. GA05T7322 എന്നുള്ള നമ്പറാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റിലാണ് ബസ്സിൻ്റെ ഫുൾ ഒരു കളർ തീം വന്നിട്ടുള്ളത്. ഇതാണ് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. വോൾവോ ഐഷർ 6019 ചേസിലാണ് വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലോഗോ ഇവർ വലുതാക്കി ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ RECൻ്റെ 6 ഇവിടെ ഈ ഒരു ഡ്രൈവർ ഡോറിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ലിവറി എല്ലാ ബസ്സിലും കൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു ലിവറി തന്നെയാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് വണ്ടിയുടെ ഫുൾ ഒരു ലുക്ക് വരുന്നത്. ഇത് വണ്ടിയുടെ മോഡൽ കൊടുത്തിട്ടുണ്ട്. RECൻ്റെ R2 പ്രൈം എന്നുള്ള മോഡലിലാണ് ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത്. സ്പെഷ്യാലിറ്റീസ് ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈഫൈ, ഓട്ടോ അനൗൺസ്മെൻറ്റ്, CCTV ക്യാമറ, GPS ട്രാക്കിങ്, സ്നാക്സ്. നമുക്കിനി ഹംസയുടെ ബാക്ക് ലുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ കാണാത്ത വിധത്തിലുള്ള വെറൈറ്റി ലുക്കാണ് REC കോച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. മുകളിലായിട്ട് ഹംസ ട്രാവൽസ് എന്നുള്ളതിൻ്റെ HT കൊടുത്തിരിക്കുന്ന കാണാം. ചന്ദൻ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അത് RECൻ്റെ ബാഡ്ജിങ് കാണാം. ഹംസ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ടഡ് റിയർ ലാംപ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. താഴെ ആയിട്ട് സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ CCTV ക്യാമറ മുകളിൽ വരുന്നുണ്ട്. നമുക്ക് ഹംസയുടെ ഡ്രൈവർ ക്യാബിൻ്റെ വ്യൂയിലേക്ക് നോക്കാം. ഐഷറിൻ്റെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് വീല് ഇവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കുറച്ച് ഹൈറ്റിൽ ആണ് കുറച്ച് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇത്രയും പോർഷൻ. അതായത് ഡിസ്പ്ലേ, AC യൂണിറ്റ്, ഡോറിൻ്റെ സ്വിച്ചുകളൊക്കെ കാണാം. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, ബാക്കിയുള്ള പവർ സ്വിച്ച് കാര്യങ്ങളുടെയൊക്കെ ഓരോ ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ USB പോർട്ട് കാര്യങ്ങളെല്ലാം അത്രയും ഒരു പോർഷൻ ഒരു ഒറ്റ ഇതിലാണ് വന്നിട്ടുള്ളത്. അതൊരു കുറച്ച് ഹൈറ്റ്, ഡാഷ്ബോർഡിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ളി ലൈറ്റാണ്. ബോർഡ് ഫുള്ളായിട്ട് ലൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോണറ്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഗിയർ ലിവറിൻ്റെ ഈ പോർഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ലുക്കിലേക്ക് നോക്കിയാൽ 36 സ്ലീപ്പർ ബർത്തുകളാണ് REC ഇതിനുള്ളിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കാം. മുകളിലേക്കുള്ള ബർത്തിലേക്കുള്ള ലാഡേഴ്സ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റീലിൻ്റെ ലാഡേഴ്സ്. അതുപോലെ സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സപ്പോർട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് പോർട്ട് ഉണ്ട്, റീഡിംഗ് ലാമ്പ് ഉണ്ട്, AC വെൻറ്റ് കാര്യങ്ങൾ രണ്ട് സൈഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരാൾക്ക് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് കാല് നീട്ടി വെച്ച് സുഖമായിട്ട് ഇരിക്കാം. അതുപോലെ അഡീഷണൽ പില്ലോ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് നമുക്ക് കാല് നീട്ടി വെക്കത്തക്ക രീതിയിൽ കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ലെഗ് പോർഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് ചപ്പൽസ്, ചെരുപ്പ്, ഷൂസൊക്കെ എടുത്തു വെക്കാനായിട്ട് താഴെ നല്ലൊരു സ്പേസ് എല്ലാ ബർത്തിൻ്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട്. പുറത്തെ സ്റ്റിക്കർ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ബർത്തിനും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ്. കറക്റ്റ് സെൻട്രലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാഴ്ച മറിക്കാത്ത രീതിയിലാണ് പുറത്ത് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളത്.
ഒരു ബർത്ത് ഫുള്ളായിട്ട് പറഞ്ഞു പോകുന്നില്ല. പ്രകാശ് അതുപോലെ വീരയോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് RECൻ്റെ ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി പക്ക ഫിനിഷിങ് ലുക്കിലാണ് REC ഈ ഒരു സ്ലീപ്പർ ബസ് ഇറക്കിയിട്ടുള്ളത്. നമുക്ക് ഹംസ ടൂർസ് ആൻഡ് ട്രാവൽസ് അവരുടെ പാസഞ്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്നാക്സ് ബോക്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സ്നാക്സ് ബോക്സിൻ്റെ കൂടെ ഹംസയുടെ തന്നെ ബാഡ്ജിങ്ങുള്ള വാട്ടർ ബോട്ടിലാണ് കൊടുക്കുന്നത്. ഹംസയുടെ ബസ്സിൻ്റെ പിക്ചർ, അവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, പേരെല്ലാം കൊടുത്തിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്നാക്സ് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ടിഷ്യൂ വരുന്നുണ്ട്, അതുപോലെ ടേസ്റ്റി നട്ട്സിൻ്റെ പാക്കറ്റ് വരുന്നുണ്ട്, വിങ്കീസിൻ്റെ ഒരു ലെയർ കേക്ക് വരുന്നുണ്ട്, ഇതാ ഓറഞ്ച് സ്പ്ലാഷ് കുക്കീസ് ബിസ്ക്കറ്റ്, അതുപോലെ വേറൊരു ഐറ്റം, കാണാത്തൊരു ഐറ്റം, പേപ്പർ ബോട്ടിൻ്റെ ഒരു കടല മുട്ടായി, അതുപോലെ സ്മൂതിൻ്റെ ഒരു ഡ്രിങ്ക്, ചെറിയ ഡ്രിങ്ക്, അതുപോലെ ഒരു വൈപ്പും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഐറ്റംസാണ് ഹംസ അവരുടെ പാസഞ്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ഐറ്റംസ് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്റർ ആ റൂട്ടിൽ സർവീസ് നടത്തുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഹംസ അവരുടെ പാസഞ്ചേഴ്സിന് കൊടുക്കുന്നത്. ഈ ഒരു സ്നാക്സ് ബോക്സ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വിശപ്പ് മാറാനുള്ള ഐറ്റംസ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഓണർ മഞ്ജുനാഥ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രൂവിനെ പരിചയപ്പെടാം. ഒരു ഡ്രൈവർ, പേര് സനീഷ്, വീട് എവിടെ താമസിക്കുന്നത്? ഇപ്പോൾ എറണാകുളത്തിൽ. നമ്മുടെ ഹംസയിൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ട് ഉണ്ടല്ലേ ഹംസയിൽ ഉണ്ടല്ലേ? ഓക്കെ. അടുത്ത കോ ഡ്രൈവർ പേര്? സജിത്ത്, വീട് പത്തനംതിട്ട തന്നെയാണല്ലേ? മാരാമൺ. ഓക്കെ. ഹംസയിൽ എത്ര വർഷമായി? 1.5 വർഷമായി. ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളി. അറ്റൻഡർ പേര്? സിജോ, വീട് മണ്ണാർക്കാടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തൊക്കെയായിട്ട് വരും അല്ലേ? എത്ര വർഷമായി ഹംസയിൽ? 1 വർഷം കഴിഞ്ഞിട്ട്. സുഖമല്ലേ? 1996 ഹംസ അവരുടെ സർവീസ് ആരംഭിക്കുന്നത്. ഹംസയുടെ ഇപ്പോഴത്തെ ഓണർ മഞ്ജുനാഥ് എന്ന വ്യക്തിയാണ്. മഞ്ജുനാഥിൻ്റെ പിതാവായിരിക്കുന്ന ചന്ദ്രശേഖറാണ് മഞ്ജുനാഥിൻ്റെ മൂത്ത സഹോദരിയായിരിക്കുന്ന ഹംസം എന്ന പേരിൽ ബസ് സർവീസുകൾ ആരംഭിച്ചത്. 60ഓളം സെമി സ്ലീപ്പർ ബസ്സുകളും 8ഓളം സ്ലീപ്പർ ബസ്സുകളുമുള്ള ഇവർ 2017 ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സർവീസ് ആരംഭിച്ചത്. തുടക്കത്തിൽ കോഴഞ്ചേരി വരെയായിരുന്നു സർവീസ് ഉണ്ടായിരുന്നെങ്കിലും കൊറോണയുടെ സമയത്ത് നിർത്തിയതിന് ശേഷം പുനരാരംഭിച്ചപ്പോൾ പത്തനംതിട്ടയിലേക്ക് നീട്ടുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോർഡിംഗ് പോയിൻ്റ് കലാശിപ്പാളയാണ്. നമ്മുടെ ഈ കാനറ ബാങ്കിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് വരുന്നത്. ഇവിടെ മജസ്റ്റിക് ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹംസയുടെ ബോർഡിംഗ് പോയിൻ്റ് ഉള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന റോയൽസ് കണ്ടില്ലേ, ഇവരുടെ ഓൺ ബോഡി വർക്ക്ഷോപ്പാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട REC, റോയൽ എൻജിനീയറിംഗ് കമ്പനി എന്നുള്ള വർക്ക്ഷോപ്പ് ഇവരുടെ വർക്ക്ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അവരുടെ വണ്ടികളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നതും REC ബോഡി ബിൽഡേഴ്സ് തന്നെയാണ്. കണക്ക് കൊടുത്തില്ല, ഇന്ന് കണക്ക് കൊടുക്കാൻ പറ്റിയില്ല. ശാന്തിനഗർ ഫുള്ള് ബ്ലോക്കാണ്.
അപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബോർഡിങ് കഴിഞ്ഞു. ഇനി അടുത്തത് മടിവാള. വണ്ണസ് രുക്മയൊക്കെ നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത ബോർഡിംഗ് പോയിൻ്റ് മടിവാള. ഇവിടെ നോക്കിയാൽ ഒരുവിധം എല്ലാ കേരളത്തിലേക്കുള്ള നൈറ്റ് റൈഡേഴ്സ് ഇവിടെ കാണാൻ പറ്റും. കുറേ പേർക്കും ഓഫീസും കാര്യങ്ങളുള്ളത് ഈ ഒരു മടിവാളയിലാണ്. മടിവാള ബോർഡിംഗ് പോയിന്റിൽ നിന്ന് കൃത്യം 8:45 ഹംസ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡിന്നർ ബ്രേക്കിനായിട്ട് പ്രത്യേകം സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. മടിവാളയിൽ നിന്ന് ബസ് പുറപ്പെട്ടതിന് ശേഷം എല്ലാ പാസഞ്ചേഴ്സിനും നമ്മുടെ സിജോ ചേട്ടൻ സ്നാക്സ് ബോക്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ തുടങ്ങി. എന്നുമില്ലാത്തൊരു ബ്ലോക്കാണ്. ആ ദിവസം എല്ലാ വണ്ടികളും 2 മണിക്കൂറോളം മടിവാളയിലെ ബ്ലോക്കിൽ കിടന്നതിന് ശേഷമാണ് യാത്ര പുറപ്പെട്ടത്. ബാംഗ്ലൂരിൽ നടന്ന നേഴ്സിംഗ് എക്സാമിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ ഒരു ബ്ലോക്ക്. നമ്മൾ അടുത്ത ബോർഡിംഗ് പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം. അതും പോരാഞ്ഞിട്ട് മെയിൻ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ വണ്ടികൾ നിർത്തിയിട്ട് പോകുന്നത് എന്തൊരു ദുരവസ്ഥയാണ്. 2 ബസ്സുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബസ്സുകൾ എവിടെയെങ്കിലും നിർത്തിയാൽ അപ്പോൾ പോലീസ് വരുന്നതാണ്. സാഗരാണല്ലോ. വണ്ടി പോവാണ്ടേ പിന്നാലെ തന്നെ വരിക. ഇന്നിപ്പോ എന്താണ് എൻ്റെ അമ്മോ, പാലത്തിന്റെ മുകളിൽ ഒരാൾക്കാരാ. എടാ പോവാ കണ്ടിട്ടോ വണ്ടിയിലെടുത്തോണ്ട് ഇത് മൊത്തം എക്സാം കഴിഞ്ഞാട്ടോ. എന്തോ ഇതാണ് കാരണം. ഇതിനിടയ്ക്ക് നമ്മുടെ ബോർഡിങ്ങാരെ പിടിക്കാനാണ്. 14, 15, 18, 17. അടുത്ത ബോർഡിങ് സിൽക്ക് ബോർഡ്. ആൾക്കാരൊക്കെ നോക്കി നെക്സ്റ്റ് ബോർഡിങ് ഒമ്മസാന്ദ്ര. പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലായിട്ട് നജീബൊക്കെ നിൽക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചെന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല.
നമ്മുടെ അടുത്ത ബോർഡിങ് തിപ്പള്ളി. ഇവിടെ ഒരു പട ആളുകൾക്കാരുണ്ട് കേട്ടോ. കർണാടക തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് പോവാണ്. ഒന്നാമത് വണ്ടി ബ്ലോക്കിൽ കിടന്ന് വൈകിയാണ് വരുന്നത്. അതിനിടയിലാണ് തമിഴ്നാട് RTOയുടെ വക ഒരു ചെക്കിങ്ങും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടികളെല്ലാം 80 കിലോമീറ്റർ ലോക്കായത് കൊണ്ട് ഡ്രൈവർമാർ ഓടിയെത്തിക്കാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. വണ്ടി 8:45 മണ്ടിവാടെന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിന്നർ ബ്രേക്കൊന്നുമില്ല, നോൺ സ്റ്റോപ്പാണ്. അതുകൊണ്ട് സേലം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ടോയ്ലറ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. വാഷ്റൂം ബ്രേക്ക് ഇവിടെ എടുക്കാം. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഹംസ അപ്പുറത്ത് വന്നിട്ടുണ്ട്, കുറച്ച് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതും പുതിയ വണ്ടിയാണ്. കേരള ബോർഡർ ക്രോസ് ചെയ്ത് ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കാണ് പാലക്കാട് ടൗണിലേക്ക് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിലേക്കും കോയമ്പത്തൂർ സിറ്റികൾക്കുള്ളിലേക്കും മിക്ക നൈറ്റ് സർവീസ് ബസ്സുകളും സർവീസ് നടത്താറില്ല.
വണ്ടി ഒരു 2 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 6:30 ആയപ്പോൾ വടക്കഞ്ചേരിയിലൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം ബ്രേക്ക്, വാഷ്റൂം കൗണ്ടർക്കൊക്കെ പോവാം. അത് 80 കിലോമീറ്റർ ആവും. വെള്ളം പിടിക്കണ്ടോ? നമ്മുടെ ആദ്യത്തെ ഡ്രോപ്പ് ഓഫ് തൃശ്ശൂർ പോയിന്റ് മണ്ണുത്തി. രണ്ട് സമൂസ ഉണ്ടാവും. ആ ഒരു സമൂസ മുട്ടയൊക്കെ വെച്ച് അടുത്ത ഡ്രോപ്പ് ഓഫ് പുതുക്കാട്. തഞ്ചാവൂരിൽ ഇങ്ങോട്ടൊരു 2 പേരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞായറാഴ്ച അല്ലേ നിങ്ങൾക്ക് എന്താ പോകുന്നത്? മൂന്നാർക്കല്ല, അടുത്ത ഡ്രോപ്പ് ഓഫ് മണ്ണൂർ. ഹായ്, എൻ്റെ പേര് ജോസഫ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക് മാസത്തിലൊരു 3-4-5 പ്രാവശ്യമെങ്കിലും 6 പ്രാവശ്യമെങ്കിലും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് ഹംസ ട്രാവൽസിൽ പോയിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പഴയ വണ്ടിയായിരുന്നപ്പോൾ മുതലേ അങ്ങനെയായിരുന്നു. എനിക്ക് ഇവരുടെ സർവീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാഫിൻ്റെ ബിഹേവിയറും ഇവരുടെ പങ്ക്ച്വാലിറ്റിയാണ്. സാധാരണ എല്ലാ ബസ്സുമാണെങ്കിലും ബസ്സിൻ്റെ കാര്യം നമുക്കറിയാം, ട്രാഫിക്കാണ്, അങ്ങനെയുള്ള പല അൺസർട്ടൻസീസ് ഉണ്ടാവാം. പക്ഷേ ഒരു പരിധി കൂടുതൽ ഒന്നും എങ്ങും ഇട്ട് ഡിലേ ആക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മാക്സിമം ഒരു 10-15 മിനിറ്റൊക്കെ ഡിഫറൻസ് വന്നു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിലേ ഒന്നും അധികം വരാറില്ല. പിന്നെ സ്റ്റാഫൊക്കെ നല്ല ബിഹേവിയറാണ്. അവർ നമ്മളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഭയങ്കര പൊളൈറ്റായിട്ടാണ്. വളരെ നല്ല ബിഹേവിയറാണ്. ഇപ്പോൾ പുതിയ ബസ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ കംഫർട്ടബിളാണ്. ഞങ്ങളെല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ വളരെ നല്ല കംഫർട്ടും ഡിസൈനും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ സർവീസ്. വിനോദയാത്രയായിരുന്നു. ഉപ്പ് കണ്ടത്തൊരു ഡ്രോപ്പ് ഓഫ് ഉണ്ട്. ನನ್ನ ಹೆಸರು ವಿಷ್ಣು ಪ್ರಕಾಶ್ ಅಂತ. ನಾನು ಬೆಂಗಳೂರಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ನಾನು ಬೇಸಿಕಲಿ ಬಂದು ಕಾಸರಗೋಡು ಡಿಸ್ಟ್ರಿಕ್ಟ್, ಕೇರಳ ಸ್ಟೇಟ್. ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ 21 ವರ್ಷ ಇದ್ದೀನಿ. ಸೊ ಇದು ನಿನ್ನೆ ನೈಟು ಬ್ಯಾಂಗ್ಳೂರಿಂದ ನಾವು ಟ್ರಾವೆಲ್ ಮಾಡಬೇಕಾಗಿತ್ತು. ಆವಾಗ ಬುಕ್ ಮಾಡುವಾಗ ಹಂಸ ಡೀಟೇಲ್ಸ್ ಎಲ್ಲ ನೋಡಿದ್ದೀವಿ. ಸೊ ಅದನ್ನು ನೋಡುವಾಗ ಫೋಟೋಸ್ ಎಲ್ಲ ಹಾಕಿದ್ರು ಚೆನ್ನಾಗಿತ್ತು. ಸೊ ಅದೇ ಥರ ಬಸ್ಸಲ್ಲಿನೂ ಕಂಫರ್ಟ್ ಆಗಿದೆ.
ಸೊ ಬಸ್ಸಲ್ಲಿನೂ ಅದೇ ಥರ ಇದೆ. ಬ್ಯಾಂಗ್ಳೂರಿಂದ ಕೂತಾಟೋಕಲಂವರೆಗೆ ನಾವು ಜರ್ನಿ ಮಾಡ್ತಾಯಿದ್ದೀವಿ. ಲೋವರ್ ಬರ್ತ್ ನಾವು ಬುಕ್ ಮಾಡಿದ್ದೇವೆ ಬಸ್ಸಲ್ಲಿ. ಸೊ ವಿಚ್ ಇಸ್ ಗುಡ್ ಕಂಫರ್ಟ್ ಆ್ಯಂಡ್ ವೆರಿ ಕ್ಲೀನ್ ಆ್ಯಂಡ್ ನೀಟ್. ಸೊ ಸೇಮ್ ಲೆವೆಲ್ ಆಫ್ ಸರ್ವಿಸ್ ಎಲ್ಲರೂ ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡ್ತಾರೆ. ಸೊ ಅದೇ ರೀತಿ ಮೇಂಟೈನ್ ಮಾಡಿದರೆ ಟ್ರಾವೆಲರ್ಸಿಗೆ ತುಂಬ ಒಳ್ಳೆಯದು. ಆ್ಯಂಡ್ ಆಲ್ಸೋ ದ ಫುಡ್ ಕಿಟ್ ವಾಟ್ ದೇ ಗಿವ್ ಅನ್, ಇಟ್ ಈಸ್ ಲೈಕ್ ಎ ಫ್ಲೈಟ್ ಫೀಲಿಂಗ್. ವೆನ್ ವಿ ಟ್ರಾವೆಲ್ ಇನ್ ಇಂಡಿಗೋ ದೇ ವಿಲ್ ಗಿವ್ ದ kit, ಅದೇ ಥರ ಫುಡ್ ಕಿಟ್. ಐ ಥಿಂಕ್ ಅಚಿಂತ್ಯ ಇಸ್ ಎಂಜಾಯ್ಡ್ ದ ಫುಡ್ ಕಿಟ್ ಇನ್ ದ ನೈಟ್ ಇಟ್ ಸೆಲ್ಫ್. It was a good experience and nice to travel with Hamsa. Okay, thank you. Myself Achintya, and we are traveling from Bangalore to Kootatkulam, and we had booked the lower berth, and while seeing the photos it was like very nice, but in comfort and cleanliness it's also matching the photos, and it's very comfortable, and I had a nice sleep and it was very comfortable. From where to where you are traveling? Bangalore To Kootatkulam. Kootatkulam. Okay. Kೈ kilometers. Which standard you are studying? First standard. Oh, which school? Soundalia Center School. Okay. അടുത്ത ഡ്രോപ്പ് ഓഫ് കൂത്താട്ടുകുളം. Hello. Next stop is കോട്ടയം. അടുത്ത സ്റ്റോപ്പാണ് കോട്ടയം. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും എടുക്കുന്നത് ഉറപ്പാക്കുക. നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് തിരുവല്ല. അടുത്ത സ്റ്റോപ്പാണ് തിരുവല്ല. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും എടുക്കുന്നത് ഉറപ്പാക്കുക. സമയം പോലും സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ബ്ലോക്ക് അടില്ല തിരിയല്ല കഴിഞ്ഞു. സോ എൻ്റെ പേര് നേഹ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരെയാണ്. സോ ഞാൻ ആക്ച്വലി ഹംസയാണ് ഓൾവേസ് ചൂസ് ചെയ്യുക ട്രിപ്പിന് വേണ്ടിയിട്ട്. സോ ഇത് പുതിയ ബസ്സാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല കംഫർട്ടായിരുന്നു. ഇവൻ ഉറങ്ങാനാണെങ്കിലും പിന്നെ തരുന്ന ഫെസിലിറ്റീസ്, ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം 100% റേറ്റിംഗ്. ഓക്കെ, താങ്ക്സ്. ബാംഗ്ലൂരിലെ ബ്ലോക്ക് കാരണം ഒന്നാമത് വണ്ടി ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കോഴഞ്ചേരി വെച്ചിട്ട് എലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചെക്കിങ് വളരെ കൂടുതലാണ്. എലക്ഷൻ അർജൻറ്റ് ടീം വന്നിട്ട് അവർ ഫുള്ള് വണ്ടീനുള്ളിൽ നിന്ന് എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും ബാഗുകൾ എല്ലാ സിബുകളും തുറന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു ലേഡിയുടെ ബാഗ് അവർ ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണെങ്കിലും നമ്മൾ ഓൾറെഡി ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും ഇത്തരം പരിശോധനകളിൽ. ഡിക്കിയിലെ എല്ലാ സാധനങ്ങളും അവരിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂൾ ബോക്സ് അടക്കം അവർ പരിശോധിക്കുന്നുണ്ട്. അവർ ഈ പരിശോധിക്കുന്ന സമയത്ത് തന്നെ 2-3 ബസ്സുകളും വലിയ വണ്ടികളടക്കം പാസ് ചെയ്തു പോയി.
ഇതാണ് കോഴഞ്ചേരി പാലം. നിങ്ങൾക്ക് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലം കൂടി ഇതേപോലെ ആർച്ച് ഷേപ്പിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടറ്റത്ത് മാത്രമേ ആ ആർച്ചുകൾ കാണുന്നുള്ളൂ. അതിൻ്റെ ബാക്കി പണികളൊന്നും കുറേ ആയിട്ട് നടക്കുന്നില്ലെന്നാണ് യാത്രക്കാർ പറഞ്ഞത്. കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ്. ശ്യാമയും യാത്രയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു 7:30 8 മണിയാണ് വണ്ടിയുടെ പത്തനംതിട്ടയുടെ ഷെഡ്യൂൾ ടൈം. നമ്മൾ ഓൾറെഡി പുതിയ വണ്ടി ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവാറുണ്ട്. എന്നാലും ഇന്ന് ബാംഗ്ലൂരിലെ പോക്ക് കാരണം കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ യാത്രകളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി.